കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. നികുതി അടക്കാത്തതിനെ തുടർന്ന് ആദായനികുതി വകുപ്പ് സ്വീകരിച്ച നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ഇൻകം ടാക്സ് ട്രിബ്യൂണൽ തള്ളി. അതേസമയം ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണമുന്നയിച്ച് നാണക്കേട് ഒഴിവാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. 2018-19 വർഷത്തെ 210 കോടി രൂപ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ 4 ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. ഈ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് ഇൻകം ടാക്സ് ട്രിബ്യൂണൽ തള്ളിയത്. ആദായ നികുതി വകുപ്പ് സ്വീകരിച്ച നടപടി സ്വാഭാവികമാണെന്നായിരുന്നു ട്രിബ്യൂണലിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തതിനെ തുടർന്ന് നിരവധി തവണ കോൺഗ്രസിന് വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. മറുപടിയില്ലാത്തതിനാലാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം 4 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. അടയ്ക്കാനുള്ള തുകയുടെ ഒരു ഭാഗമെന്ന നിലയിൽ 65 കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് ഈടാക്കിയിട്ടുമുണ്ട്. അക്കൗണ്ട് മരവിപ്പിച്ചതിനാൽ ശമ്പള ചെക്കുകൾ പോലും ബാങ്കുകൾ സ്വീകരിക്കാതായതോടെ കടുത്ത ധനപ്രതിസന്ധിയാണ് പാർട്ടിയിൽ ഉടലെടുത്തതെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് നാണക്കേട് ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ജനം, ഡൽഹി.